പ്രിയമുള്ളവരെ, നമസ്കാരം. കേരളത്തിലെ ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നാണ് വെള്ളച്ചാട്ടങ്ങൾ. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന ചെറുതും വലുതുമായ നിരവധി നദികൾ രൂപപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ എല്ലാം തന്നെ നയനാനന്ദകരമാണ്. അതിരംപള്ളി വെള്ളച്ചാട്ടം തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദാപുരം താലൂക്കിലാണ് അതിരംപള്ളി സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള അതിരംപള്ളി ഒരു ഫസ്റ്റ് ഗ്രേഡ് പഞ്ചായത്താണ്. കൊച്ചിയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് അതിരംപള്ളി. പാലരുവി വെള്ളച്ചാട്ടം കൊല്ലത്ത് നിന്ന് 70 കിലോമീറ്റർ അകലെയാണ്. വനത്തിനുള്ളിലൂടെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ. ഇക്കോ ടൂറിസം പദ്ധതിക്ക് സമീപത്ത് തന്നെയാണ് വെള്ളച്ചാട്ടം. നിത്യഹരിത വനങ്ങളാണ് ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റും. തുഷാങ്കിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലെ കോടാഞ്ചേരിയിലാണ് തുഷാങ്കിരി വെള്ളച്ചാട്ടം. സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളാണ് തുഷാങ്കിരി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. കോഴിക്കോട് നിന്ന് 50 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. അപൂർവ ഇനം ചിത്രശലഭങ്ങളുടെ കേന്ദ്രം കൂടിയാണ് തുഷാങ്കിരി. മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം തൃശ്ശൂർ നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ മരോട്ടിച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ കഴിയും. മഴക്കാലത്താണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. മീൻമുട്ടി വെള്ളച്ചാട്ടം മീനുകൾക്ക് തുടർന്ന് നീന്താൻ കഴിയാത്ത ഇടം എന്നാണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തെ പറയുന്നത്. വാഴച്ചാൽ വെള്ളച്ചാട്ടം അതിരംപള്ളിയിലെ മഴക്കാടുകളിൽ പെടുന്ന ഷോളയാർ മേഖലയിലാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. അതിരംപള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് 5 കിലോമീറ്ററും ചാലക്കുടി വനമേഖലയിൽ നിന്ന് 36 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ഇവിടുത്തെ മനോഹരമായ പ്രകൃതി നഗര ജീവിതം സംഘർഷങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.